നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതെ. പലപ്പോഴും ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർ ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഹാപ്പി ആവുള്ളൂ എന്നുള്ളത് ഹസ്ബൻഡ് പറയാണ്, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആള് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും വരും. എങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് റിലേഷൻഷിപ്പ്. അപ്പം റിലേഷൻഷിപ്പിൽ ഒരുപാട് പേര് മൾട്ടിപ്പിൾ ടൈംസ് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, കൺസേൺസ് ആണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ്, ഐ എം ഷിഫ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ക്രൈങ്ക്. ഹായ്, ഐ എം ഹമീദ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ക്രൈം. അപ്പോൾ ഷിഫ, നമ്മൾ മെയിൻലി കുറേ കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പം അവിടെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഡീൽ ചെയ്ത് പോകാം. നമ്മൾ കോമൺലി കേട്ടുവരുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ഇപ്പോൾ ആരാണെങ്കിലും പറയും, ലൈക്ക് ഒരു പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവുക. ലൈക്ക് അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഒരു പ്രോമിസസ് ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് നമ്മൾ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കാറുണ്ട്. ശരിയാണ്. ഇപ്പം പലപ്പോഴും ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർ ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഹാപ്പി ആവുള്ളൂ എന്നുള്ളത് കപ്പിൾസിൻ്റെ ഇടയിൽ വരുന്ന മെയിൻ ഒരു കൺസേൺ ആണ്. അപ്പം എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ഓവർലി ഡിപ്പെൻഡഡ് ആയി പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളിൽ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷേ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് എസ്പെഷ്യലി നമ്മുടെ ഒരു ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഒരു പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇപ്പം ഡിമാൻഡിങ് ആകും. അല്ലെങ്കിൽ ഇപ്പോൾ ആളുടെ ഒരു മീ ടൈം നമുക്ക് ചിലപ്പം ഹസ്ബൻഡ് പറയുകയാണ്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആള് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും വരും. അപ്പോൾ ഒരു ഓവർ റെസ്ട്രിക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പം പിന്നെ അവിടെ ഫൈറ്റായി, വഴക്കായി, അങ്ങനെ കുറേ കൺസേൺസ് വരികയൊക്കെ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഹാപ്പിനെസ് ഹസ്ബൻഡ് ഫില്ല് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ സ്വയം നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തണം, അല്ലേ? ലൈക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടേതായ ഹോബീസ് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ നമ്മുടേതായ ഒരു ഫ്രണ്ട്സ്, അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ടൈം, ഒരു സോഷ്യൽ കണക്ഷൻസ്, ഇതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷമാണ് ഹസ്ബൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ ഒരാളെ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്, ഫാക്ടറാണ്. ഫസ്റ്റ് അതാണ് നമുക്ക് വരേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് ആ ഒരു ഡിപ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഹസ്ബൻഡ് പറയാണ്, ഞാൻ ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു മീ ടൈം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സുമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഓൾറെഡി എന്താണ് നമ്മുടെ ഇപ്പോൾ പറയില്ല, നമ്മുടെ ഒരു ഹാപ്പിനെസ് കപ്പ് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫില്ലാണ്. അപ്പം ഹസ്ബൻഡ് ഇപ്പോൾ ഇന്ന് അവൈലബിൾ അല്ലെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക ഒരു അവൈലബിലിറ്റി അല്ലായ്മ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആകും. ആള് നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ടിലേക്ക് പോകും, കംപ്ലീറ്റ്ലി നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകും. അത് കാരണം ഇവരുടെ ഇടയിൽ കുറേ ഫ്രിക്ഷൻസ് വരുമല്ലോ. അപ്പം എനിക്ക് തോന്നണം ആദ്യം ഒരു ഹാപ്പിനെസ് നമ്മൾ സ്വയം നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തണം. അതുപോലെ ഹസ്ബൻഡിൻ്റെതായ ഒരു സെൽഫ് ഉണ്ടാവണം, നമുക്ക് നമ്മുടേതായ ഒരു സെൽഫ് ഇത് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഒരുമിച്ച് വരുന്ന രീതിയിലേക്ക് ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഞാൻ പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് ഹസ്ബൻഡിനോട്, ബട്ട് ആള് അതിൻ്റെ സീരിയസ്നെസ്സിൽ എടുക്കാറില്ല. എൻ്റെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ പ്രശ്നമാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ പലപ്പോഴും കേട്ട് വരുന്നൊരു കാര്യമാണ്, ഇപ്പം നമ്മുടെ നീഡ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്തിട്ടും അത് നമുക്ക് മെറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് മറ്റൊരു പാർട്ട്ണറിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. ലൈക്ക് അവിടെ നമ്മൾ മെയിൻലി നോക്കുമ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കും. ലൈക്ക് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കേട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ഞാനത് ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറിനെ കൂടുതലും ബ്ലെയിം ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മൾ അക്യൂസ് ചെയ്യും പോലെ ആയിരിക്കും നമ്മുടെ പാറ്റേൺ പോകുന്നത്. ലൈക്ക് നമ്മൾ അക്യൂസിങ് പോലെ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ നീഡ്സ് എന്താണെന്ന് ഡയറക്റ്റ്ലി അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് നമുക്ക് അവിടെ കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് അവർ ആദ്യമേ നോക്കുന്നത്, ഓക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, ആ ഒരു മാറ്ററിലായിരിക്കും നമ്മുടെ പാർട്ട്ണറാണെങ്കിലും ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് അതിന് പകരമായിട്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ നമ്മൾ ഏത് രീതിക്ക് ഫീൽ ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷനിൽ
ആ ഒരു അറൗണ്ട് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പാർട്ട്ണറിനാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് കൺവേ ആവാനുള്ള ഒരു ചാൻസസ് അവിടെ കൂടുതലായിരിക്കും. സോ നമുക്കൊരു കമ്മ്യൂണിക്കേഷനിലാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് കോമൺലി കേട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലൈക്ക് ഇപ്പോൾ പാർട്ട്നേഴ്സ് അവരുടെ സാലറി ഒന്നും ഷെയർ ചെയ്യാൻ, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് മിക്കവരുടെയും ഒരു ധാരണ. ലൈക്ക് അതിപ്പോൾ റൈറ്റ് ആണോ അല്ലയോ? ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ നീഡ്സ്, നമ്മുടെ വാണ്ട്സ്, നമ്മുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഇത് പരസ്പരം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആവുക, കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ പലപ്പോഴും പലരുടെയും തെറ്റിദ്ധാരണയാണ് നമ്മളിപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, മണി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യരുത് എന്നുള്ളത്. അത് പലപ്പോഴും പല തരത്തിലുള്ള തോട്ട്സാണ് അവിടെ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ചിലരത് ഇപ്പോൾ ഒരാളുടെ സാലറി ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറവാണെന്നോ കൂടുതലാണെന്നോ പാർട്ട്ണർ വിചാരിക്കുമോ എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ അത് നമ്മുടെ എക്സ്പെൻസും നമ്മുടെ ഇൻകമും രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാനിപ്പം ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു തോട്ടാണ് നമ്മൾ പലപ്പോഴും അതൊക്കെ എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നമുക്കറിയാം റിലേഷൻഷിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഏറ്റവും സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വരും. പലപ്പോഴും ഒരു കപ്പിൾ കൗൺസിലിങ്ങിൻ്റെ സെഷൻസിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു പ്രശ്നവും മിസ്കമ്മ്യൂണിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളത് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നീഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതൊരു മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഒരു തേർഡ് പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ നമുക്കൊരു സിസ്റ്റമായിട്ട് എടുക്കാൻ പറ്റും. ആ സിസ്റ്റത്തിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ അറൗണ്ട് എൻവിയോൺമെൻറ്റും ഉണ്ട്. ആ ഒരു എൻവിയോൺമെൻറ്റിൽ നിന്ന് ആസ് എ തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുറേ ഒപ്പീനിയൻസും എല്ലാ കാര്യങ്ങളും വരാം. ബട്ട് നമുക്ക് കൂടുതലായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളെ അറിയാവുന്നത് നമ്മുടെ പാർട്ട്ണറിനും നമുക്കുമാണ്. ബിക്കോസ് ആ ഒരു ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് അത് മറ്റുള്ളവരൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും. ബട്ട് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്കാണ് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് അറിയാവുന്നത്. സോ നമുക്ക് സജഷൻസ് എടുക്കാം ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിന്ന്. ബട്ട് കൂടുതലും ആ ഒരു ഒപ്പീനിയൻസ് നമ്മുടെ ഒരു ഡിസിഷനിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണെങ്കിലും വരുന്നത്. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ആ ഒരു ഒപ്പീനിയൻസ് നമ്മുടെ ഡിസിഷനിലേക്ക് വരാതെ നോക്കാൻ, ലൈക്ക് നമുക്ക് ആ ഒരു സജഷൻസ് അവരുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സ് ആണെങ്കിലും അവരുടെ ആക്ഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ ഒരു സജഷൻസിനെ നമുക്ക് എടുക്കാം. ബട്ട് നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിലാണെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിലും ഒരു ഒപ്പീനിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ റിലേഷൻഷിപ്പ് അറൗണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻ്റായിട്ട് നേരിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിങ്കിൻ്റെ അഡ്വൈസറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കോൺടാക്ട് നമ്പേഴ്സ് ഷെയർ ചെയ്യാം.